യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ അച്ഛന് ചിന്തിക്കാനാവില്ല. എന്റെ തീരുമാനം അനുപമയെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ്. അച്ഛൻ അങ്ങനെ തീരുമാനിക്കുമ്പോ അനുവിന്റെ അവസ്ഥ കൂടെ ചിന്തിക്കണ്ടേ അച്ഛാ? അല്ല, അവളല്ലേ അവിടെ പോയി ജീവിക്കേണ്ടത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ജീവിക്കേണ്ടവളെ ഈ വീട്ടില് നമുക്ക് എത്ര കാലം പിടിച്ചു നിർത്താൻ പറ്റും? അല്ല, അമ്മാവൻ എന്തായി പറയുന്നത്? അനുപമയ്ക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലല്ലേ ഇവിടെ നിൽക്കണ്ടേ? അതിലൊന്നും ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മാവനും 5 പെൺമക്കളും ഇവിടെ തന്നെ നിന്നോ, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. അല്ല രഘു, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അനു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയാ. അവളും മകനും ജീവിക്കേണ്ടത് ഇന്ദ്രന്റെ വീട്ടിലാ. അതിനുള്ള വഴിയാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അച്ഛാ, കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്ന് പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അവിടെ നടക്കുന്ന പീഡനത്തിൽ നിന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതെ, ഇന്ദ്രന് അവന്റെ അമ്മ കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ. അങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കാൻ പാടില്ല. ആ തള്ളയുടെ കൂടെ നിന്ന് കുഞ്ഞിനെ കൂടെയല്ല അച്ഛാ അവരിറക്കി വിട്ടത്. അല്ല, വീണ്ടും ആ വീട്ടിൽ പോയി അനു എന്ത് ധൈര്യത്തിലാ ജീവിക്ക? അച്ഛൻ ഇങ്ങനെ എല്ലാം ക്ഷമിച്ച് വീണ്ടും ഇവളെ അവിടെ കൊണ്ടുവിടുന്നത് ഒട്ടും ശരിയല്ല. അതാ തള്ളയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന പോലെയാ. അമ്പിളി, നീ മിണ്ടാതിരിക്കും. എന്റെ തീരുമാനത്തെ തിരുത്താൻ മാത്രം വളർന്നോ നീ? നോക്കുമോളെ, ഇവർക്കൊക്കെ നിന്നോടുള്ള ഇഷ്ട കൂടുതലുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്. ഇതിലും വലുതാ നിനക്ക് നിന്റെ ജീവിതം. എന്തൊക്കെ ദേഷ്യവും പ്രശ്നങ്ങളും ഉണ്ടായാലും എന്നെങ്കിലും ഒരിക്കൽ നീയും മോനും അങ്ങോട്ട് തിരിച്ചു പോയല്ലേ പറ്റൂ.